Hello friends, Cryptovert Capital മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കോയിനുകൾ മേടിച്ചു വെക്കുക അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി ഏർണിംഗ് മാർഗങ്ങൾ. എന്നാൽ ഇത് കൂടാതെ 10 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ ആൻഡ് ലേൺ മോർ അബൌട്ട് ക്രിപ്റ്റോ പാസീവ് ഇൻകംസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഈയിടെയായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് പാസീവ് ഇൻകം. അതായത് നമ്മളുടെ കയ്യിലുള്ള അസറ്റുകൾ നമുക്ക് വേണ്ടി ഒരു അഡീഷണൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മാർഗത്തിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീം ഇൻകം, അതായതുള്ള ജോലിയോ ബിസിനസ്സോ കൂടാതെ നമുക്ക് എങ്ങനെ ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കാം എന്നതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ക്രിപ്റ്റോയുടെ വിവിധ മേഖലകളിലുള്ള പാസീവ് ഇൻകം സ്ട്രാറ്റജീസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ സ്ട്രാറ്റജിയും എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിരിക്കില്ല, എങ്കിലും ഏതൊക്കെയാണെന്നുള്ളത് അത് അറിഞ്ഞിരുന്നാലാണ് ഫർദർ എപ്പിസോഡ്സിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നറിയാൻ പറ്റുള്ളൂ. മോർ ഓവർ, ഈ ടെക്നിക്കുകളൊക്കെ വാല്യൂ അഡീഷനായി കാണിച്ചിട്ടാണ് ഓരോ കോയിൻ്റെയും പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാവുന്നതും അതിലേക്ക് യൂസേഴ്സിനെ കൂട്ടുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്തായാലും മസ്റ്റാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 പാസീവ് ഇൻകം മെത്തേഡ്സിൽ 5 എണ്ണത്തിന് റിലേറ്റീവ്ലി സ്റ്റേബിളായും 5 എണ്ണത്തിന് ഇത്തിരി റിസ്കി ആയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള 5 എണ്ണം നോക്കാം. ഒന്നാമത്തത് മൈനിങ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ബിറ്റ്കോയിൻ പോലുള്ള നെറ്റ്വർക്കുകൾ പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മൈനിങ് മെഷീൻസ് മേടിച്ചിട്ട് ആ നെറ്റ്വർക്കിലെ ഒരു നോഡായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഈ മെത്തേഡിന് നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് ആണ് ക്ലൗഡ് മൈനിങ്. അതായത് ഒരു മൈനിങ് മെഷീൻ നമ്മൾ മേടിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാശ് ചിലവാകും. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സോളോ ആയിട്ട് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും റിവാർഡ്സ് ഒന്നും കിട്ടണമെന്നില്ല. കാരണം എന്താണ് മൈനിങ് എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ അതിൽ മനസ്സിലാക്കി ഒരു കാൻഡിഡേറ്റ് ബ്ലോക്ക് വരുമ്പോൾ അനേകായിരം മെഷീൻസ് ആണ് അത് ബ്ലോക്ക് ജനറേറ്റ് ചെയ്ത് റിവാർഡ് ക്യാച്ച് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണക്കാർക്ക് മെഷീൻ റിഗ് മേടിച്ച് മൈൻ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ചിലർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് ക്ലൗഡ് മൈനിങ്. അതായത് അവിടെ ഓൾറെഡി മെഷീൻസ് വെൽ സെറ്റപ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് മെഷീൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മെഷീൻസ് വാടകയ്ക്ക് എടുത്ത് ഒരു സർട്ടൻ പീരീഡിന് റൺ ചെയ്യാം. നമുക്ക് എത്രത്തോളം ഹാഷ് പവർ വേണമോ അത്രത്തോളം ഹാഷ് പവർ നമുക്ക് ലീസ് ചെയ്യാം. അതായത് നമ്മൾ ഹാർഡ്വെയറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പക്ഷെ അതിന് പകരം ആ മെഷീൻ ലീസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആ മൊത്തം പൂൾസ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഷെയർ നമുക്ക് കിട്ടും. അതാണ് ക്ലൗഡ് മൈനിങ് എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ കുറച്ചധികം സ്കാംസ് ഉണ്ട്, സോ വി ഹാവ് ടു ബി കെയർഫുൾ. മൂന്നാമത്തത് ദ ഈസിയസ്റ്റ് ആൻഡ് സിമ്പിൾ വേ, എയർഡ്രോപ്സ്. എയർഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നവരും അവരുടെ ആപ്ലിക്കേഷൻസിന് പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അതിലത്തെ ആദ്യം ജോയിൻ ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ കുറച്ച് കോയിൻസ് ഫ്രീ ആയിട്ട് കൊടുക്കും. അതിനെയാണ് എയർഡ്രോപ്സ് എന്ന് പറയുന്നത്. അവരുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവരുടെ ഒരു കോയിൻ്റെ, അവർക്ക് ഒരു മാർക്കറ്റിങ്ങിന് വെച്ച ഫണ്ടിൻ്റെ ഒരു ഭാഗം അതിൻ്റെ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കും. അതാണ് എയർഡ്രോപ്സ് എന്ന് പറയുന്നത്. ഇതും ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള നല്ലൊരു മാർഗമാണ്. നാലാമത്തതാണ് സ്റ്റേക്കിംഗ്. അതായത് പ്രൂഫ് ഓഫ് വർക്ക് പോലെ തന്നെ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അതായത് ആ ബ്ലോക്ക് ചെയിനിൻ്റെ നോഡ് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു മെഷീനായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ തന്നെ സർട്ടൻ കോയിൻസ് നമ്മൾ ലോക്കപ്പ് ചെയ്ത് വെക്കണം. അതിനെയാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റി കാണിച്ചാൽ
നമ്മൾ സ്റ്റേക്ക് ചെയ്ത കോയിൻസ് നെറ്റ്വർക്ക് എടുക്കും. അപ്പോൾ നമ്മൾ ഫ്രോഡൊന്നും കാണിക്കുന്നില്ല, ഓണസ്റ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഒരു സർട്ടൻ കോയിൻസ് നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ട് വേണം നോഡ് ഓപ്പറേറ്റർ ആവാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എത്തീരിയത്തിൻ്റെ പ്രൂഫ് ഓഫ് സ്റ്റേക്ക് വന്നപ്പോൾ 32 എത്തീരിയമാണ് എത്തീരിയത്തിൻ്റെ ഒരു നോഡ് വാലിഡേറ്റർ ആകാൻ നമുക്ക് വേണ്ടത് സോളോ സ്റ്റേക്കിങ്ങിന്. 32 എത്തീരിയം നമ്മൾ ആദ്യം മേടിച്ച് സ്റ്റേക്ക് ചെയ്തിട്ട് വേണം നോഡ് റൺ ചെയ്യാൻ. അപ്പോൾ എത്തീരിയത്തിൽ നിന്ന് ജനറേറ്റ് ആകുന്ന ഫീസും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു റിട്ടേൺസ് ആയിട്ട് കിട്ടും. അതാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. റിമെമ്പർ, ഇത് പുതിയ കോയിൻ ഉണ്ടാവുകയാണെങ്കിലും അവിടെ നമ്മൾ നോഡ് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതും ബിറ്റ് കോയിൻ മൈനിങ് പോലെ തന്നെയുള്ള ഒരു ഓപ്പറേഷനാണ്. സോ ദിസ് ഈസ് എ ഗുഡ് yield. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അഞ്ചാമത്തെ മെത്തേഡാണ് ലിക്വിഡിറ്റി പ്രൊവൈഡർ. ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പോലെ തന്നെ ഓരോ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലും ഓരോ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഡെക്സ് എന്ന് പറയുന്നത്. ഡെക്സിൽ ആൾക്കാർക്ക് മേടിക്കാനും വാങ്ങാനും വേണ്ട കോയിനുകളുടെ കോമ്പിനേഷൻ സപ്ലൈ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എത്തീരിയോ USD ആ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് അവിടെ അത് വിൽക്കാൻ വെക്കണം, എന്നാലേ മറ്റേ പാർട്ടിക്ക് അത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വിൽക്കാനായിട്ട് അവിടെ കൊണ്ട് വെക്കുന്ന ആളെയാണ് ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്താണെന്നും അതിൻ്റെ പിന്നിലെ ഓട്ടോമേറ്റഡ് മാർക്കറ്റ് മേക്കിംഗ് പ്രോസസ്സ് എന്താണെന്നും ലിക്വിഡിറ്റി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡ്സ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം അതാണ് ഒരു ഡെക്സിൻ്റെ ഫൗണ്ടേഷനും ഈ മീം കോയിൻസ് ആദ്യം വരുന്ന സ്ഥലങ്ങളും ഡെക്സ് ആണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു 1000x കോയിൻ ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്നതിൻ്റെ ക്രിട്ടിക്കൽ ഘടകമാണ്. അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വരുന്നതാണ്. എങ്കിലും ഇപ്പം മനസ്സിലാക്കുക, അങ്ങനെ ഒരു ലിക്വിഡിറ്റി, ഒരു നല്ലൊരു കോയിൻ പെയറിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ആ എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ ഫീസിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും. ഇപ്പം നമ്മളെപ്പോലുള്ള 10 പേര് അവിടെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മേടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീസ് ഈ 10 പേർക്കും കൂടി ഷെയർ ചെയ്ത് കിട്ടും. അതിനെയാണ് ലിക്വിഡിറ്റി പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഇതാണ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള 5 പാസീവ് മെത്തേഡ്സ്. ഇനി ഇത്തിരി റിസ്ക് ആയിട്ടുള്ള പാസീവ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് yield farming. yield farming എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഇതിന് പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കുറച്ച് കോയിൻസ് നമ്മൾ അവരുടെ തന്നെ ആപ്ലിക്കേഷനിൽ കൊണ്ട് സ്റ്റേക്ക് ചെയ്യും. അപ്പോൾ അവരുടെ കുറച്ച് ആ ആപ്ലിക്കേഷൻ്റെ തന്നെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെയോ കുറച്ച് കോയിൻസ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരും. ഇത് സ്റ്റേക്കിങ്ങിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പുതിയ കോയിൻ എമിഷൻസ് ഭയങ്കര കൂടുതലായിട്ടുണ്ടാകും. അതായത് സർപ്ലസ് സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് വരുന്ന ബിറ്റ് ക്യാഷോ അങ്ങനെ എന്തോ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊക്കെ ഈ കാറ്റഗറി പെടുന്നതാണ്. ഇതൊരു ബുൾ റണ്ണിൽ ആ ഒരു ഡിമാൻഡ് കാരണം നമുക്കൊരു ഹൈപ്പ് കിട്ടിയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാമെങ്കിലും ബുൾ റൺ കഴിയുന്നതോടുകൂടി ആ കോയിൻ നശിച്ച് ഇല്ലാണ്ടാവും. ഈൽഡ് ഫാമിങ്ങിൻ്റെ ടൈമിങ്ങിൻ്റെ കാര്യത്തിനുള്ള ഒന്നാം തരം എക്സാമ്പിളാണ് പോളാർ എന്ന് പറയുന്ന ടോക്കൺ. കഴിഞ്ഞ ബുൾ റണ്ണിൻ്റെ സമയത്ത് ഈൽഡ് ഫാമിങ്ങിൽ ഏറ്റവും ടോപ്പ് നമ്പർ 1 ആയിട്ട് നിന്നിരുന്ന ഒരു കോയിനാണ് പോളാർ ബിയർ. ആ സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത് ഗുഡ് ഈൽഡ് ആയിരുന്നു തന്നിരുന്നത്. കാരണം അതിൻ്റെ ടോട്ടൽ സപ്ലൈ നമുക്ക് നോക്കിയാൽ അറിയാം 1 മില്യണേ ഉള്ളൂ. ആൻഡ് ഡിമാൻഡ് ഈസ് മോർ ബിക്കോസ് ഇറ്റ് വാസ് എ ബുൾ റൺ. അപ്പോൾ ആ ഒരു സമയത്ത് ഗുഡ് റിട്ടേൺ തന്നു. എന്നാൽ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ബുൾ റൺ അവസാനിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് നോക്കൂ. $9 ഉണ്ടായിരുന്ന ആ കോയിൻ പോയി ഇപ്പോൾ 0.0001 ആയി. അതായത് നിങ്ങളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ₹1 തികച്ചില്ല. ഇതാണ് ഈൽഡ് ഫാമിങ്ങിന്റെ ഒരു ഡേഞ്ചർ. ടൈമിംഗ് തെറ്റിപ്പോയാൽ നിങ്ങൾ റോട്ടിൽ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. രണ്ടാമത്തേതാണ് ക്രിപ്റ്റോ ലെൻഡിങ്. നിങ്ങളുടെ അടുത്ത് നല്ല റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കോയിൻസ്, അതായത് എത്തീരിയം, ഡോട്ട്, സൊലാന, അങ്ങനത്തെ നല്ല നല്ല കോയിനുകൾ ഉണ്ടെങ്കിൽ അത് ചില പ്രോട്ടോകോൾസിൽ കൊടുത്താൽ അവരത് ലെൻഡ് ചെയ്യും. ലെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരത് വേറെ ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കും. കുറച്ച് ഇൻട്രസ്റ്റിൽ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ലെൻഡിങ് ക്രിപ്റ്റോ ഈസ് എ സൈഡ് ഇൻകം. റിമെമ്പർ,
നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ആപ്സിനെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ആപ്പ് പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടാവുകയോ ചെയ്താൽ നിങ്ങളുടെ കാശ് പോകും. അതുകൊണ്ടാണ് ഇത് റിസ്കി കാറ്റഗറിയിൽ വരുന്നത്. മൂന്നാമത്തത് ക്രിപ്റ്റോ ഡിവിഡൻഡ് ആൻഡ് റിഫ്ലക്ഷൻസ്. ഡിവിഡൻഡ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. കാരണം ഇത് കൊടുക്കുന്ന ആപ്ലിക്കേഷന് ഒരു റിയൽ യൂസ് കേസ് ഉണ്ടാകും. അവരവന് കിട്ടുന്ന ഷെയറിൻ്റെ, അതായത് ഏതെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നതിന് ഒരു ചെറിയൊരു ഫീസ് മേടിച്ചിട്ട് ആ ഫീസ് ആ ആപ്ലിക്കേഷൻ്റെ ഓണറും അതിൻ്റെ ടോക്കൺ ഹോൾഡേഴ്സും ഷെയർ ചെയ്യുന്ന ഒരു മോഡലാണ് ക്രിപ്റ്റോ ഡിവിഡൻഡ്. ഇതിനെ നമ്മൾ റിഫ്ലക്ഷൻസ് എന്നും പറയും. ചില ഇതിൽ ജസ്റ്റ് നമ്മൾ ആ കോയിൻ ഹോൾഡ് ചെയ്ത് വരുന്നത് തന്നെ നമ്മുടെ കോയിൻസ് ഇൻക്രീസ് ആയിട്ട് വരും. അതായത് ഇന്നിപ്പോൾ 100 കോയിൻ മേടിച്ചാൽ നാളെ അത് 101 ആകും, 102 ആകും. അങ്ങനെ കോയിൻ്റെ പ്രൈസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ കോയിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഇതും റിലേറ്റീവ്ലി ഓക്കെയാണ്. കാരണം അവർ ഷെയർ ചെയ്യുന്ന എക്സ്ട്രാ കോയിൻസ് അവർ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് കളക്ട് ചെയ്യുന്ന ഫീസ് വഴിയാണ്. അതായത് റിയൽ ഈൽഡ് വീഡിയോ, നമ്മൾ റിയൽ ഈൽഡിൻ്റെ കോയിൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ റിയൽ ഈൽഡ് എന്താണെന്ന് കണ്ടു. ഇത് അതിൻ്റെ ഒരു വേരിയേഷനാണ്. ഇതാണ് 8ാമത്തെ പാസീവ് ഇൻകം മെത്തേഡ്. 9ാമത്തത് ഇറ്റ്സ് നോട്ട് ആക്ച്വലി പാസീവ്, യു നീഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഇറ്റ് വിൽ വർക്ക്. നിങ്ങളൊരു ഇൻഫ്ലുവൻസ് ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഇത് പറ്റില്ല. പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും അവർ വിളിച്ച് അഫിലിയേറ്റ്സ് ആയിട്ട് വിടും. അപ്പോൾ അവർ വർക്ക് ചെയ്ത് അതിൽ ആൾക്കാരെ കൂട്ടും. ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മളിവിടെ കാണുന്ന ഭൂരിഭാഗം സ്കാംസ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സും അഫിലിയേറ്റ്സ് ആണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അഫിലിയേറ്റ്സ് ആണ്. അവരറിഞ്ഞോ അറിയാതെയോ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. എങ്കിലും ഇതും ഒരു സൈഡ് ഇൻകം ജനറേഷൻ മാർഗമാണ്. 10ാമത്തത് ഒരു ട്രെൻഡാണ് ആക്ച്വലി. അതായത് പ്ലേ ടു ഏൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ ബുൾറണ്ണിൽ ഒരു തരംഗമായി മാറിയിരുന്നു. അതിൻ്റെ ചൂട് പിടിച്ച് കുറേ വേറെ തരം ഏണിംഗ് മെത്തേഡുകൾ വരുന്നുണ്ട്. അതാണ് വാച്ച് ടു ഏൺ, സ്ലീപ്പ് ടു ഏൺ, സ്വെറ്റ് ടു ഏൺ, റീഡ് ടു ഏൺ, അങ്ങനെ പലതും ഉണ്ട്. ഇതൊക്കെ ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താലേ ആ കാറ്റഗറിയിലുള്ള കോയിനുകൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് തൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത് ഇങ്ങനെ പലതരത്തിലുള്ള പാസീവ് ഇൻകം ജനറേഷൻ മെത്തേഡ്സിൽ ഒന്നാണ് ഈ എക്സ് ടു ഏൺ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ചെയ്തിട്ട് ടോക്കണുകൾ സമ്പാദിക്കുക എന്നുള്ളത്. താങ്ക് യു ഗൈസ്. ക്രിപ്റ്റോയുടെ ഏണിംഗ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ട്രേഡിങ്ങും കോയിൻ ഇൻവെസ്റ്റിങ്ങും അല്ലാതെ 10 ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ കൂടെയും നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാം. ഇതിൽ ഓരോന്നിലും ഉള്ള നല്ല ആപ്പുകൾ ഏതൊക്കെയാണ്, നല്ല കോയിനുകൾ എന്തൊക്കെയാണെന്നുള്ളത് വരും വീഡിയോകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു ചെറിയ അസൈൻമെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പ്ലേ ടു ഏൺ എന്നുള്ള ഒരു മെത്തേഡിൻ്റെ ചൂട് പിടിച്ച് കുറേ എക്സ് ടു ഏൺ മെത്തേഡ്സുകളുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എക്സ് ടു ഏൺ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. അതിനെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ക്രിപ്റ്റോവേർട്ട് ക്യാപിറ്റൽ മലയാളത്തിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ലൈക്ക്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിപ്റ്റോ. ലെറ്റ്സ് ലേൺ ആൻഡ് ഗ്രോ ടുഗദർ ഗൈസ്.